വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. LSS എക്സാം പ്രിപ്പറേഷൻ എപ്പിസോഡ് 3. ഇതിനു മുൻപ് ടീച്ചർ 2 എപ്പിസോഡ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് 3ലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജില്ലകൾ, അപരനാമങ്ങൾ. ജില്ലകൾ, അപരനാമങ്ങൾ. അപ്പോൾ ഏതൊക്കെ ജില്ലകൾ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത് നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിയേ, കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയാവോ? ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു, നദികളുടെ നാട് എന്നറിയപ്പെടുന്നു, സപ്തഭാഷാ സംഗമഭൂമി. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ്. അപ്പൊ കാസർഗോഡ് എങ്ങനെയെല്ലാമാണ് അറിയപ്പെടുന്നത്? ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, സപ്തഭാഷാ സംഗമഭൂമി. കാസർഗോഡ് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്, നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്, സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ഒരിക്കൽ കൂടി പറഞ്ഞേ, കാസർഗോഡ് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നേ? ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, സപ്തഭാഷാ സംഗമഭൂമി. മനസ്സിലായോ? ഒന്ന് പറഞ്ഞു നോക്കിയേ, കാസർഗോഡ് അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാ? ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, സപ്തഭാഷാ സംഗമഭൂമി. ഓക്കെ. കണ്ണൂർ. ഇനി കണ്ണൂർ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയാവോ? കണ്ണൂർ തെയ്യങ്ങളുടെ നാട്, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ, തിറകളുടെയും തറികളുടെയും നാട്. അപ്പോൾ കണ്ണൂർ അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? തെയ്യങ്ങളുടെ നാട് എന്ന് കണ്ണൂർ അറിയപ്പെടുന്നു, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു, തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. ഓക്കെ. അപ്പൊ കണ്ണൂരിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? കണ്ണൂർ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നേ? തെയ്യങ്ങളുടെ നാട്, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ, തിറകളുടെയും തറികളുടെയും നാട്. ഒരിക്കൽ കൂടി പറഞ്ഞേ, കണ്ണൂർ അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? തെയ്യങ്ങളുടെ നാട്, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ, തിറകളുടെയും തറികളുടെയും നാട്. കാണാതെ ഒന്ന് പറഞ്ഞു നോക്കിയേ, കണ്ണൂർ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നേ? തെയ്യങ്ങളുടെ നാട്, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ, തിറകളുടെയും തറികളുടെയും നാട്. ഓക്കെ. അടുത്ത കോഴിക്കോട്. കോഴിക്കോട് എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് നോക്കാം. ഗസലുകളുടെ നാട്, ശില്പനഗരം, സത്യത്തിൻ്റെ തുറമുഖം. ഗസലുകളുടെ നാട്, ശില്പനഗരം, സത്യത്തിൻ്റെ തുറമുഖം. കോഴിക്കോട് അറിയപ്പെടുന്ന 3 പേരുകൾ ഏതൊക്കെയാണ്? ഗസലുകളുടെ നാട്, ശില്പനഗരം, സത്യത്തിൻ്റെ തുറമുഖം. പറഞ്ഞേ, ഗസലുകളുടെ നാട്, ശില്പനഗരം, സത്യത്തിൻ്റെ തുറമുഖം. കോഴിക്കോട് അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഗസലുകളുടെ നാട്, ശില്പനഗരം, സത്യത്തിൻ്റെ തുറമുഖം. കാണാതെ ഒന്ന് പറഞ്ഞേ, കോഴിക്കോട് അറിയപ്പെടുന്ന പേരുകൾ: ഗസലുകളുടെ നാട്, ശില്പനഗരം, സത്യത്തിൻ്റെ തുറമുഖം. ഓക്കെ. വയനാട്. വയനാട് എന്താണെന്ന് അറിയപ്പെടുന്നതെന്ന് അറിയാവോ? കേരളത്തിൻ്റെ ഊട്ടി. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയനാട്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? വയനാടാണ്. വയനാട് ജില്ലയാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത്. പാലക്കാട് എന്തെന്നാണ് അറിയപ്പെടുന്നത് അറിയാവോ? കരിമ്പനകളുടെ നാട്. കരിമ്പനകളുടെ നാട് പാലക്കാട്. കരിമ്പനകളുടെ നാട് പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാലക്കാടാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട്. അപ്പോൾ നമ്മൾ കാസർഗോഡ് 3 പഠിച്ചു,
കണ്ണൂരിനെ കുറിച്ച് 3 നാമങ്ങൾ പഠിച്ചു. കോഴിക്കോടിനെ കുറിച്ച് 3 അപരനാമങ്ങൾ പഠിച്ചു. വയനാടിനെ കുറിച്ച് കേരളത്തിന്റെ ഊട്ടി എന്ന് പഠിച്ചു. പാലക്കാടിനെ കുറിച്ച് കരിമ്പനകളുടെ നാട് എന്ന് പഠിച്ചു. ഓർമ്മയിരിക്കുമല്ലോ? ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എഴുതുമല്ലോ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം മിക്ക എക്സാമിനും കണ്ടിട്ടുണ്ട്. പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.